കഴിഞ്ഞ ദിവസം റിനോയി ലവ് എന്ന് പറഞ്ഞൊരു യൂട്യൂബർ നമ്മുടെ വയനാട് ദുരന്തത്തിൽപ്പെട്ട ആളുകളെ കളിയാക്കിക്കൊണ്ടൊരു വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടോ? എന്റെ കയ്യിൽ അവനെ കിട്ടിയേ ഞാൻ അവനെ അരിഞ്ഞ് മുളകിട്ട് വെടി വെച്ച് കൊല്ലണപ്പ അതിനെ. അവന്റെ ഫുൾ ഡീറ്റെയിൽസ് കിട്ടിയിട്ടുണ്ട്. തിരുവനന്തപുരംകാരനാണെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ചൂള അച്ഛൻ UK-യിലാണ്. അപ്പോ അത്യാവശ്യം നല്ല സാമ്പത്തിക ഭദ്രത ഉള്ള ടീമാണ്. 29 വയസ്സുള്ള ആളാ, ചെറിയ ചെക്കനൊന്നല്ല. 29 വയസ്സുള്ള ഒരാളെന്ന് പറയുമ്പോ അത്യാവശ്യം ലോകവിവരമുള്ള ഒരാളാവില്ലേ? ഓരോരോ പ്രായത്തിൽ ഓരോരോ തെറ്റുകൾ ഏത് മക്കളും ചെയ്യും. ഞാനങ്ങനെ അറിയാതെ വല്ല തെറ്റും ചെയ്തു പോയിട്ടുണ്ട്, അമ്മ എന്നോട് ഈ നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ നിരോധിച്ചിട്ടുള്ള സ്ത്രീധനം ഒക്കെ വാങ്ങി കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെന്നാണ് അറിയിക്കുന്നത്. നമുക്ക് ഒരു ദിവസം പോയി അപ്പൊ പറഞ്ഞ കളിയാ, ഞാനാണെങ്കിൽ ഇതേക്കുറിച്ച് ജോലിയും ചെയ്യുക, എനിക്ക് നാണക്കേടാണ് ആൾക്കാരെങ്ങനെ ഫേസ് ചെയ്യാനും, നീക്ക് എങ്ങനെയാണ് ഇങ്ങനെ ജോലി. സുഹൃത്ത് ജോലിക്ക് പോകുന്ന ആളാണ്. അപ്പൊ ലുലുവിൽ പോയ സമയത്ത് പറയും, നിങ്ങൾ എങ്ങനെയാണ് ജോലി ചെയ്യുന്ന ആളുകളെ എങ്ങനെ നിങ്ങൾ മുഖത്ത് നോക്കുന്നത്, എനിക്കതൊക്കെ ചമ്മലാണ്. അപ്പൊ ഞാൻ വെച്ചാൽ 28 വയസ്സായിട്ട് നിനക്ക് ജോലി ഉണ്ടോ? ഇപ്പൊ എന്റെ അച്ഛൻ ലണ്ടനിലാണ്, UK-യിലാണ് വർക്ക് ചെയ്യുന്നത്. നിങ്ങൾക്ക് എന്റെ പ്രശ്നം എന്താണെന്നറിയോ? എന്താണ്? തിന്നട്ടെല്ലിന്റെ കുത്തൽ അഥവാ കാശിന്റെ കുന്തളിപ്പ്. അപ്പൊ അച്ഛന്റെ പൈസയിലാണ് ഇവൻ ജീവിച്ചു പോകുന്നത്. ഇവനങ്ങനെ വരുമാനോ അങ്ങനെ ഒന്നുമില്ല. ഇവന് പണിയെടുക്കാനും ഇതിനൊക്കെ ഭയങ്കര മടിയാണ്. അങ്ങനെ ആ സമയത്ത് ഇവൻ പറഞ്ഞു ഇവനൊരു ആലോചിക്കണം. അപ്പൊ ഇവന് ഇംഗ്ലീഷ് എന്തെങ്കിലും അറിയില്ല, ഇവൻ കോളേജ് ഡ്രോപ്പ് ഔട്ടാണ്. അതായത് കല്യാണം കഴിഞ്ഞിട്ട് അച്ഛൻ UK-യിലുണ്ട്, ഞാൻ UK പോവാണ്. അപ്പൊ ആ പേരും പറഞ്ഞിട്ട് നല്ല ഒരു സാമ്പത്തികമായിട്ട് നല്ല ഭദ്രത ഉള്ള ഒരാളെ കല്യാണം കഴിക്കണം. കല്യാണം കഴിച്ചതിന് ശേഷം ഇവിടുന്ന് പതുക്കെ പൈസ കുറച്ചായി കഴിഞ്ഞാൽ സ്ത്രീധനം വാങ്ങി കെട്ടാനാണ് പ്ലാന്. അപ്പോ ഈ പെൺകുട്ടി ഭയങ്കര വിദ്യാഭ്യാസമുള്ള കുട്ടി തോന്നുന്നത്. ഇവള് ഇംഗ്ലീഷിലൊക്കെ ഓരോന്ന് ടൈപ്പ് ചെയ്ത് അയക്കുമ്പോ ഈ സുഹൃത്തിനെ അയച്ചു കൊടുത്തിട്ട് അതെന്താന്ന് തർജ്ജമ ചെയ്തിട്ട് അതിന് മറുപടി മറ്റവനാണ് അയച്ചു കൊടുത്തിരുന്നു എന്നാ പറയുന്നത്. എങ്ങനെയാണ് ഫ്രോഡ്? സിനിമകളിലൊക്കെ നമ്മൾ ഇങ്ങനെയുള്ള ആൾക്കാരെ കണ്ടുള്ളൂ, ഫ്രോഡന്മാർ. ഞാൻ പറയുന്നു, അവനൊരു സാമൂഹ്യ ദുരന്തമാണ്. എന്താണ് ഇവനപ്പോഴേ അങ്ങനെ ഒരു ക്രിക്കറ്റ് മൈൻഡ് ഉണ്ട്. പൈസക്ക് ഭയങ്കര ആർത്തിയുള്ള ഒരുത്തനാണ്. ചുമ്മാ ഇങ്ങനെ പൈസ ഉണ്ടാക്കുക ആ ഒരു മൈൻഡാണ്. നാട്ടുകാരെ മുഴുവൻ പറ്റിച്ച് നിന്റെ പരിപാടി തീർത്ത് തരാണ് ഞാൻ. മൊബൈൽ നമ്പർ ആർക്കെങ്കിലും വേണോ? അവന്റെ മൊബൈൽ നമ്പർ കിട്ടാനും ഒരു പ്രയാസവും ഇല്ല. നിങ്ങൾ ആ ഫോട്ടോസ് എടുത്തിട്ട് ഗൂഗിളിൽ കയറിയിട്ട് ഫോട്ടോ റിവേഴ്സ് സെർച്ച് അടിക്കുക, ഇവന്റെ ഫോട്ടോ എന്നിട്ട് അപ്ലോഡ് ചെയ്യുക. അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായി ഇവൻ എവിടെയൊക്കെ ഫോട്ടോ ഇട്ടിട്ടുണ്ടെങ്കിൽ ഒക്കെ പൊന്തി വരും. ഇവൻ ആരാണെന്ന ഡീറ്റെയിൽസ് വരും. അവന്റെ ഫേസ്ബുക്ക് കിട്ടും, ഇൻസ്റ്റാഗ്രാം കിട്ടും, എല്ലാം മറ്റേതും കിട്ടും. എന്തായാലും